ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? അല്ല, അത് ആ കോമ്പറ്റീഷന്റെ കാര്യ. സത്യാമ്മയൊക്കെ പങ്കെടുക്കുന്നു കേട്ടപ്പോ എനിക്കൊരാഗ്രഹം, അമ്മയും പങ്കെടുപ്പിക്കണോന്ന്. ശാന്തേച്ചി വീട്ടിലേക്കാണല്ലോ വരുന്നത്. അമ്മയായിട്ട് കണ്ട വീണ്ടും വഴക്കാവുമല്ലോ. ശാന്തേച്ചി, അമ്മ അകത്തുണ്ട്. എന്തെങ്കിലും കാര്യം എന്നോട് പറയാനാണ് വന്നെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പൊയ്ക്കോ. വെറുതെ എന്തിനാ തമ്മിൽ കണ്ട് വഴക്കിന്റെ ആഴം കൂട്ടുന്ന? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വഴക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ആലോചനയില്ല ഞാൻ. അത് കുഴപ്പമില്ല കുഞ്ഞെ. അല്ല, അതല്ല, നിങ്ങളുടെ വഴക്ക് കാണുമ്പോ സങ്കടം ഞങ്ങൾക്കാം. ആ ശാന്തേ, എന്തായി നമ്മുടെ കാര്യങ്ങളൊക്കെ? നീ ഇല്ലാത്തതിന്റെ ശകലം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഓ, ശകലമൊന്നും അല്ല. എനിക്കറിയാം ശാരദാമ്മേ, ഇവിടുത്തെ പണിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണല്ലോ. ഇവരെപ്പോ സൗഹൃദത്തിലായി? ഞങ്ങള് തമ്മിൽ എന്ത് പിണക്കം അല്ലേടി? അല്ലേ, ഇതെന്ത് മാജിക്! കീരിയും പാമ്പും പോലെ ഇരുന്നവര് ഇപ്പൊ അടയും ചക്കരയും പോലെ ആയല്ലോ. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു? ശാന്തേച്ചി ഇതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നോ? അതെ, കളക്ടർക്ക് മാത്രമല്ല ബുദ്ധിയും തന്ത്രവും ഒക്കെ ഉള്ളത്, കളക്ടറുടെ അമ്മയ്ക്കും ഉണ്ട്. അതെ, അഭിനയിക്കാൻ ഇപ്പോ ഞങ്ങള് മോശമല്ലെന്ന് മനസ്സിലായില്ലേ? ആ, അതെ. അഭിനയോ? പിന്നല്ലാതെ. ശാന്ത എനിക്ക് എത്ര വർഷമായിട്ട് അറിയാം. ശാന്തയോടുള്ള അടുപ്പത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ശത്രുക്കളായി എന്ന് പറഞ്ഞപ്പോഴേ കളക്ടർ സാറും അങ്ങ് വിശ്വസിച്ചു പോയല്ലോ. എടി, നിന്റെ അമ്മായിയമ്മ ഈ ശാന്തയെ വിശ്വസിച്ച് കൂടെ നിർത്തണമെങ്കിലേ അല്പസ്വല്പം നാടകമൊക്കെ കളിക്കേണ്ടി വരും. ആ, അങ്ങനെ കളിച്ച ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാ അന്ന് ആ വഴക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത്. എന്നാലും സമ്മതിക്കണ രണ്ടുപേരെ എല്ലാവരും അങ്ങോട്ട് വിശ്വസിപ്പിച്ചു കളഞ്ഞില്ലേ? ഈ ഹോട്ടൽ ബിസിനസ്സിൽ ശാരദാമ്മ 100% വിജയിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ശാരദാമ്മയ്ക്ക് നന്നായിട്ട് ജോലി അറിയാം. രണ്ടാമത്, ആത്മാർത്ഥതയുള്ള ശാന്തയെ പോലുള്ള പണിക്കാരവിടെ സത്യാമ്മയ്ക്കൊപ്പം ഇല്ല. ഇതിപ്പോ എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്യാന്ന് വെച്ചാ നേരായ രീതിയിൽ ചെയ്യാൻ സമ്മതിക്കൂല. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ. എന്നാലും സമ്മതിക്കണ രണ്ടുപേരെ എല്ലാവരും അങ്ങോട്ട് വിശ്വസിപ്പിച്ചു കളഞ്ഞില്ലേ? എന്നിട്ട് എന്തുണ്ട് അവിടുത്തെ പുതിയ വിശേഷം? ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഓർഡർ പിടിക്കാനും കൊടുക്കാനും ഒക്കെ സത്യാമ്മയ്ക്ക് വലിയ ഉത്സാഹം. ഇപ്പോ ഒരു ഫുഡ് കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ആ, പരിശുദ്ധം കറി മസാല അങ്ങനെ എന്തോ അല്ലേ അവരല്ലേ നടത്തുന്നത്? ശാരദാമ്മയെ പങ്കെടുക്കുന്നുണ്ടോ? ആ, അവരിവിടെ വന്നിരുന്നു. ഓ, പക്ഷെ ഞാനൊന്നുമില്ലെന്ന് അപ്പൊ തന്നെ അവരോട് പറഞ്ഞു. എനിക്കങ്ങ് വയ്യ. കുറെ നാളുകൾക്ക് മുമ്പ്, ദേ ഇവളുടെ കല്യാണത്തിന് മുമ്പ്, ഒരു മത്സരത്തിൽ പങ്കെടുത്തതിന്റെ അനുഭവം ഇതുവരെ മാറിയിട്ടില്ല. വെറുതെ എന്തിനാ അറിയുന്നവരുടെ ഇടയിൽ കിടന്ന് വെറുതെ മത്സരിച്ച് വെറുപ്പ് സമ്പാദിക്കുന്നത്? ഓ, സത്യാമ്മയൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തോട്ടേ ഇല്ല. നീ വാ. അല്ല ശാന്തിച്ചി, സത്യാമ്മ പങ്കെടുക്കുന്നു എന്നുള്ളത് ഉറപ്പാണോ? അതെ, സത്യാമ്മ പങ്കെടുക്കുന്നത് രാഘവൻ സാറിന് വേണ്ടിയാ കുഞ്ഞെ. സാറിന് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ട്. ചികിത്സിക്കുന്നതിന് ഒരുപാട് പൈസയൊക്കെ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ജയിച്ചു കിട്ടിയ രാഘവൻ സാറിന്റെ ചികിത്സയ്ക്കുള്ള തുക കിട്ടുമല്ലോ.
ആ ഒരു ആശ്വാസത്തിലാ സത്യാമ്മ ഇപ്പോ. ഒരല്പം വാശിയും മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. ആളൊരു പാവമാണ്. ഇപ്പോ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതിന്റെ ഒരു അങ്കലാപ്പും ഉണ്ടല്ലോ. എല്ലാം സത്യമായിട്ട് വരുത്തി വെച്ചതല്ലേ. ഒരു കാര്യത്തിലും വിഷ്ണുവേട്ടൻ ഇടപെട്ടിട്ടുമില്ല. ഇപ്പോഴും സത്യമ്മ ചികിത്സയ്ക്ക് ഇത്രയും പണം വേണോന്നുള്ള കാര്യമൊന്നും വിഷ്ണു കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞേ, വാശിയ. ഒറ്റയ്ക്കെല്ലാം നേടണമെന്നുള്ള വാശി. എന്തായാലും വേണ്ടില്ല. രാഘവൻ സാറിന്റെ അസുഖം ഭേദമായാൽ മതിയായിരുന്നു. ഞങ്ങളോടൊക്കെ വലിയ സ്നേഹവും കരുതലും ഒക്കെയാ. എന്തായാലും ശാന്തിച്ച് സത്യമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഈ കോമ്പറ്റീഷനിൽ സത്യമ്മയെ സഹായിക്കാൻ വേണം. ശാരദാമ്മ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ പോയത്. ശാരദാമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മത്സരം നടക്കുമായിരുന്നു. അത് ശരിയാ. വാശി ഉണ്ടാവുമ്പോഴാണല്ലോ മത്സരത്തിനൊരു മുറുക്കം വരുന്നത്. സത്യാമ്മയും ശാരദാമ്മയും നേർക്കുനേർ നേരിടുന്നത് കാണുന്നവർക്ക് നല്ലൊരു കാഴ്ചയാവും. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. നമുക്ക് അമ്മയെ കൊണ്ട് മത്സരിപ്പിക്കാന്നേ. ഏറ്റുമുട്ടട്ടെ രണ്ടമ്മമാരും കൂടി. ആര് ജയിക്കുമെന്ന് നമുക്കൊന്ന് അറിയുകയും ചെയ്യാലോ. ശാന്തേ, ദേ വിളിക്കുന്നു. ഞാനെന്താ നോക്കട്ടെ. അപ്പോ ഒരു മത്സരം ഉറപ്പ്. എന്താ അമ്മ ഇന്ന് രാത്രിത്തെ കറി? ബീട്രൂട്ട് തോരനുണ്ട്. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ബീട്രൂട്ട് തൈര് ഒഴിച്ചും വച്ചിട്ടുണ്ട്. ആ, അപ്പൊ ഇന്ന് ശാരദാമ്മയുടെ മാജിക് മുഴുവൻ ബീട്രൂട്ടിലാണെന്ന് സാരം. എന്തായാലും അക്കാര്യത്തിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാ. അമ്മയുടെ മക്കളായതുകൊണ്ട് നല്ല രുചിയോടെയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. ഈ ശാരദാമ്മയുടെ കൈപുണ്യം ഞങ്ങള് മാത്രം അല്ല, ഈ നാട്ടുകാർ മാത്രം അറിഞ്ഞാ മതിയോ? ഈ മൊത്തത്തിലെ കേരളക്കര ആകെ ചർച്ചയാവണ്ടേ? നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ ഈ പറഞ്ഞോണ്ട് വരുന്നത്. അല്ല, അത് ആ കോമ്പറ്റീഷന്റെ കാര്യ. സത്യാമ്മയൊക്കെ പങ്കെടുക്കുന്നു കേട്ടപ്പോ എനിക്കൊരാഗ്രഹം, അമ്മയും പങ്കെടുപ്പിക്കണോന്ന്.